നമസ്കാരം. സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വമ്പൻ കവർച്ച നടത്തുന്ന ഫൈസൽ രാജ് എന്നയാൾ പത്തനംതിട്ട കോടതിയിൽ കീഴടങ്ങി. കോട്ടയം ചിങ്ങവനത്ത് നിന്ന് 1.5 കോടിയുടെ കവർച്ചയാണ് ഒടുവിൽ നടത്തിയത്. സംസ്ഥാനത്തെ എണ്ണമറ്റ കവർച്ചാ കേസുകളിൽ പ്രതിയാണ് പത്തനാപുരം പാടം സ്വദേശി ഫൈസൽ. 40ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ് പാടം സ്വദേശി ഫൈസൽ രാജ്. ഇയാളെ തേടി ഇതര സംസ്ഥാനങ്ങളിലടക്കം പോലീസ് കറങ്ങിയെങ്കിലും പിടികൂടാനായില്ല. അങ്ങനെ ഇരിക്കെയാണ് പ്രതി പത്തനംതിട്ട ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അഭിഭാഷകൻ മുഖേന കീഴടങ്ങിയത്. ഇക്കഴിഞ്ഞ ആഗസ്റ്റ് 6-ന് രാത്രിയാണ് ചിങ്ങവനം സുധ ഫിനാൻസിൽ കവർച്ച നടന്നത്. 8 ലക്ഷം രൂപയടക്കം 1 കോടിയിലധികം രൂപയുടെ മുതലാണ് അപഹരിച്ചത്. രാവിലെ സ്ഥാപനം വൃത്തിയാക്കാനെത്തിയ സ്ത്രീയാണ് പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടത്. ഇതോടെ ഇവർ വിവരം ഉടമയെ വിളിച്ച് അറിയിക്കുകയായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് വരെ പ്രവർത്തിച്ച സ്ഥാപനമാണിത്. ഞായറാഴ്ച അവധിയായിരുന്നു. അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച തുറന്നപ്പോഴാണ് മോഷണ വിവരം പുറത്തറിഞ്ഞത്. ലോക്കർ തകർത്തത് ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ചാണ് എന്നാണ് അന്ന് സൂചന ലഭിച്ചത്. സ്ഥാപനത്തിലേക്കുള്ള കോണിപ്പടികളിലും ചുമരിലും സോപ്പ് പൊടി വിതറിയിരുന്നു. ഇത് അന്വേഷണം വഴിതെറ്റിക്കാനാണ് എന്നാണ് പോലീസ് പറഞ്ഞത്. കോട്ടയം പോളച്ചിറ സ്വദേശിയായ പരമേശ്വരൻ നായരാണ് സുധ ഫൈനാൻസ് നടത്തുന്നത്. സംഭവം അറിഞ്ഞ് കോട്ടയം SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നു. തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു. CCTVയുടെ ഹാർഡ് ഡിസ്കും അന്ന് മോഷണം പോയിരുന്നു. കേസിൽ കൂട്ടുപ്രതിയായ പാടം സ്വദേശി അനീഷ് ആന്റണി നേരത്തെ പിടിയിലായിരുന്നു. ഇസാഫ് ബാങ്കിന്റെ കൊടകര ശാഖയിൽ മോഷണം നടത്തിയ സംഘത്തിലെ പ്രധാനിയും ഈ ഫൈസൽ രാജാണ്. ആഗസ്റ്റ് 25-ന് രാത്രിയായിരുന്നു മോഷണം. മുൻപ് പത്തനാപുരത്തെ ഒരു പണമിടപാട് സ്ഥാപനത്തിലും ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ട്. അപഹരിച്ചതിൽ 1 കിലോ സ്വർണം പിന്നീട് ഉടമയുടെ വീട്ടുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം കടന്നുകളഞ്ഞ സംഭവവും ഉണ്ടായി. എണ്ണമറ്റ കവർച്ചാ കേസുകളിൽ പ്രതിയായിട്ടും ഒരെണ്ണത്തിൽ പോലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. മിക്ക കേസുകളിലും തൊണ്ടി മുതൽ കിട്ടാതെ പോലീസ് വട്ടം കറങ്ങുന്ന അവസ്ഥയാണ്.